Hi friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നൂലപ്പമാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഈ നൂലപ്പം എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് വളരെ സോഫ്റ്റ് ആയിട്ടും വളരെ പെർഫെക്റ്റ് ആയിട്ടും ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പോണി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ്. അപ്പോൾ നമ്മുടെ നൂലപ്പം സോഫ്റ്റ് ആവാനുള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നന്നായി തിളച്ച് വരണം. ലോ ഫ്ലെയിമിലൊന്നും ഇടേണ്ട ആവശ്യമില്ല, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അങ്ങനെ നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ അടുത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യുന്നത്. എന്താണെന്നറിയോ? നാളികേരപ്പാലാണത്. അപ്പോൾ നാളികേരപ്പാൽ 1 കപ്പ് നല്ല കട്ടി നാളികേരപ്പാൽ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം നന്നായി തിളച്ചതിന് ശേഷം മാത്രം നാളികേരപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. തീ കുറച്ച് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇളക്കി കൊടുക്കരുത്, നിർത്തരുത് കേട്ടോ. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ നാളികേരപ്പാലും നന്നായി തിളച്ച് വരണം. അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് വറുത്ത അരിപ്പൊടി 1 കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും, പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും വെള്ളം ആവുന്ന വിധത്തിൽ നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത്രയും നേരം നമ്മൾ തീ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടി ഭയങ്കരമായിട്ട് വെന്ത് പോകും. അപ്പോൾ അങ്ങനെ വേവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് നന്നായി ഇളക്കി ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും വെള്ളം ആയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം കറക്റ്റാണ്. ഇപ്പം നാളികേരപ്പാൽ ചേർക്കാതെ നമുക്ക് നൂലപ്പം ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ നല്ല സോഫ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ നാളികേരപ്പാൽ ചേർത്തപ്പോഴാണ് കേട്ടോ. നമുക്ക് വെള്ളം ചേർത്തിട്ടാണെങ്കിൽ 1.5 കപ്പ് വെള്ളം ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. ഇപ്പം നമ്മൾ വെള്ളത്തിന് പകരം നാളികേരപ്പാൽ 1 കപ്പ് ചേർക്കുന്നത് കൊണ്ട് 1 കപ്പ് വെള്ളവും 1 കപ്പ് നാളികേരപ്പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് 5 മിനിറ്റ് ഞാനിത് മൂടി വെച്ചിരുന്നു. 5 മിനിറ്റ് അത് മാറ്റി വയ്ക്കാൻ പാടുള്ളൂ. കാരണം അതിൻ്റെ ചെറിയൊരു ചൂടോടെ തന്നെ നമുക്കതൊന്ന് മറ്റൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ആ ഒരു ചെറിയ ചൂടിൽ തന്നെ നമ്മൾ കുഴച്ചെടുക്കുമ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നൂലപ്പത്തിൻ്റെ മാവ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നന്നായി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നൂലപ്പത്തിൻ്റെ മാവ് കിട്ടണമെങ്കിൽ നല്ലതുപോലെ കുഴച്ചെടുക്കണം. നമ്മളിപ്പോൾ പത്തിരി ഉണ്ടാക്കുമ്പോഴായാലും നന്നായി കുഴച്ചെടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെതായ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ നന്നായി കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് നമുക്കത് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ നൂലപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, കയ്യിലൊന്നും പറ്റി പിടിക്കാത്ത വിധത്തിൽ നമ്മളതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് അടച്ചു വെക്കാം. കാസറോളിലെങ്ങാനും ആണെങ്കിൽ അങ്ങനെ വെക്കാം. ഞാനിപ്പോൾ കാസറോളിലല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു മൂടി വെച്ച് അടച്ചു വെക്കുകയാണ്. അതിനുശേഷം നൂലപ്പം ഏതിലാണോ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്കിൽ ആ പാത്രം എടുക്കുക. ഞാനിപ്പോൾ സാധാരണ നമ്മൾ എടുക്കുന്ന നൂലപ്പത്തിൻ്റെ പാത്രം ഉണ്ടല്ലോ, അതിലാണ് നൂലപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് ഇതുപോലെ ചെറിയ ഹോളുള്ള അച്ചാണ് എടുത്തിട്ടുള്ളത്. അതിൽ തന്നെ കുറേ അച്ചുകളുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഈ ഒരു നൈസ് ഹോളുള്ള അച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇടിയപ്പത്തിന് ഉണ്ടാക്കാനായിട്ട് പ്രസ്സൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുള്ളവർ അതിലായാലും ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ എല്ലാവരും അത് ഉപയോഗിച്ചിട്ടുള്ളവർ അതാണ് നല്ലതെന്നാണ് പറയുന്നത് ഇതിനേക്കാളും. അപ്പോൾ എനിക്കറിയില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഇതിലായാലും കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് അതിനുള്ളിൽ ഇതുപോലെ ഒന്ന് വെളിച്ചെണ്ണ തടവി കൊടുത്താൽ നമുക്ക് എളുപ്പത്തിൽ മാവ് പിഴിഞ്ഞ് ഇടാൻ പറ്റും. അങ്ങനെ നമ്മുടെ നൂലപ്പത്തിൻ്റെ ആ പ്രസ് നമ്മൾ റെഡിയാക്കി വെച്ചു. ഇനി അതിനുശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ, അതിന്ന് ചെറിയൊരു ഭാഗം എടുത്തിട്ട് നന്നായി ഒന്നും കൂടി ഒന്ന് കുഴച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിത് പിഴിഞ്ഞിടാനായിട്ട് വളരെ സുഖമാണ്. ഇപ്പോൾ കുറേ പേർക്ക് ഇഷ്ടമായാലും ഉണ്ടാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഉണ്ടാക്കാതിരിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അവരെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നല്ല രസമായിട്ട് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്.
അപ്പോൾ നമ്മൾ അതിലേക്ക് മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒരു ഇഡ്ഡലി തട്ടിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലൊന്ന് ആദ്യം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുകയാണ്. അധികം വെളിച്ചെണ്ണ വേണ്ട, ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് ഇതിൽ ചെറുതാക്കിയിട്ട് നൂലപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. അല്ല നമുക്കൊരു കിണ്ണത്തിലോട്ട് വലിയ പരത്തിയിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുപോലെ നമുക്ക് നൂലപ്പം ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പിഴിഞ്ഞിടാം. അപ്പോൾ വെള്ളമൊക്കെ കൂടുതലായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ ഇരിക്കും നമ്മുടെ നൂലപ്പം, പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ കറക്റ്റാണ്, കണ്ടില്ലേ, നല്ല നൂല് പോലെയാണ് ഇരിക്കുന്നത് അല്ലേ. നല്ല രസമായിട്ട് നമുക്കത് ഇതിലേക്ക് പിഴിഞ്ഞിട്ട് കൊടുക്കാം. ഇപ്പോൾ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ അത് പൊട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പൊട്ടാതെയൊക്കെ കിട്ടണമെങ്കിൽ കറക്റ്റ് വെള്ളമൊക്കെ അളവ് കറക്റ്റ് ആവണം കേട്ടോ. അപ്പോൾ ഞാനിത് 2 ഇഡ്ഡലി തട്ടിലെ നൂലപ്പം പിഴിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, വെള്ളമൊന്നും കൂടുതലൊന്നുമല്ല, നല്ല കറക്റ്റായിട്ടാണ് നമ്മുടെ നൂലുകളൊക്കെ കിടക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ നൂല് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂലപ്പം റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് 2 ഇഡ്ഡലി തട്ടും ഞാൻ സ്റ്റീമറിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി വെള്ളം ചൂടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വെള്ളം ചൂടാക്കി ഇട്ടിട്ടുള്ള സ്റ്റീമറിലാവുമ്പോൾ നമുക്ക് 5 മിനിറ്റ് മതി ഇതൊന്ന് ആവി കയറ്റിയെടുക്കാനായിട്ട്. 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ നൂലപ്പം റെഡി ആക്കി കിട്ടും കേട്ടോ. അങ്ങനെ നമുക്കിതൊരു മൂടി വെച്ച് ക്ലോസ് ചെയ്യാം. 5 മിനിറ്റ് നമുക്ക് ആവി കയറ്റിയെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നൂലപ്പം റെഡി ആയിട്ടോ. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് പൈനാപ്പിൾ കൊണ്ട് നൂലപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.